ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തും അരി അരച്ചും ഒക്കെ അല്ലേ, ഇത് ഫുൾ ഗോതമ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഉണ്ണിയപ്പം അത്. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ചിലർക്ക് അത് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും എന്താ പറയുക, അത് പിടിക്കുകയോ അങ്ങനെയൊക്കെ കുറേ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കുക വെച്ചാലും എനിക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ണിയപ്പം അങ്ങനെ ശരിയാവാറില്ല. അപ്പോൾ ഇത് ചേട്ടത്തിയമ്മയുടെ റെസിപ്പിയാണ്. ചേട്ടത്തിയമ്മയ്ക്ക് നല്ല, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടം, വീട്ടിലെ എല്ലാ ആളുകൾക്കും മൂപ്പര ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. അത് ഗോതമ്പിൽ, അപ്പോൾ അത് വായലിട്ട് ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടത്തിയമ്മയുടെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണതാണ്, വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, മൂപ്പര ഈ ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എക്സ്പെർട്ടാണ്. നന്നായി ഉണ്ടാക്കും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിച്ച് കുറച്ചൊക്കെ പോയിട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ആവുന്നില്ല. അത് മൂപ്പരൊരു കഴിവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഗൾഫിൽ കൊടുത്ത് വിടാനുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും നമ്മൾ ബേക്കറി അവിടെ നിന്നൊക്കെ മേടിക്കുകയല്ലേ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനൊരു സ്വാദും ചിലർ ഉണ്ടാക്കുന്നത് അത് അതിലേറെ നല്ല സ്വാദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.